ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ നിർണായക യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇന്ത്യയിലെത്തി. ന്യൂഡൽഹിയിലെ പാലം വിമാനത്താവളത്തിലെത്തിയ അരാക്ചിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്നാണ് സ്വീകരിച്ചത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഈ സന്ദർശനം എന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്ന മറ്റൊരു കാര്യം. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി അബ്ബാസ് അരാക്ചി ഇന്ന് നിർണായക കൂടിക്കാഴ്ച നടത്തും. നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യം, മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധി, ബ്രിക്സ് രാജ്യങ്ങളുടെ ഏകോപനം, ഊർജ്ജ സുരക്ഷാ വിഷയങ്ങൾ എന്നിവ ഇതിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് സൂചനകൾ പുറത്തുവരുന്നത്. അതേസമയം നാളെ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി കൂടിക്കാഴ്ച നടത്തും. ഇറാൻ വിഷയത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര നിലപാടുകളും ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാവി ദിശയ്ക്കും ഈ കൂടിക്കാഴ്ച നിർണായകമാകുമെന്ന് തന്നെയാണ് ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. അതേസമയം ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് യോഗത്തിലേക്ക് ലോക രാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ കൂടുതലായി തന്നെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ പ്രവർത്തനം അത് പൂർണ്ണ തോതിലേക്ക് എത്താനായുള്ള 10 വർഷത്തെ ദീർഘകാല കരാറിന്റെ പുരോഗതിയുമായും ബന്ധപ്പെട്ട് സുപ്രധാന ചർച്ചകൾ ഈ ഒരു അവസരത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇറാനിൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതി പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയുമായി തന്നെ ചർച്ചകൾ നടന്നേക്കുമോ എന്നും ഇവിടെ അരാക്ചി ഒരു വിലയിരുത്തലായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ബ്രിക്സിലെ പുതിയ അംഗം എന്ന നിലയിൽ ആഗോള സാമ്പത്തിക ക്രമത്തിൽ ഇറാന്റെ പങ്കും ഇന്ത്യയുടെ പിന്തുണയും ഇവിടെ ചർച്ചാ വിഷയമാകും. അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും വലിയ രീതിയിൽ ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇനി തങ്ങൾ എതിരാളികളല്ല, സുഹൃത്തുക്കളാണ് എന്ന രീതിയിലുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് തന്നെയാണ് ഇറാൻ മന്ത്രി ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യ ഞങ്ങളുടെ തന്ത്രപ്രധാന പങ്കാളിയാണ്. പ്രാദേശികമായ വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയുമായുള്ള സഹകരണം അത്യന്താപേക്ഷിതമാണ് എന്നതാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അരാക്ചി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം നാളെ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി കൂടിക്കാഴ്ച നടത്തും. ഇറാൻ വിഷയത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര നിലപാടുകളും ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാവി ദിശയ്ക്കും ഈ കൂടിക്കാഴ്ച നിർണായകമാകുമെന്ന് തന്നെയാണ് ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. അതേസമയം ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് യോഗത്തിലേക്ക് ലോക രാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ കൂടുതലായി തന്നെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ പ്രവർത്തനം അത് പൂർണ്ണ തോതിലേക്ക് എത്താനായുള്ള 10 വർഷത്തെ ദീർഘകാല കരാറിന്റെ പുരോഗതിയുമായും ബന്ധപ്പെട്ട് സുപ്രധാന ചർച്ചകൾ ഈ ഒരു അവസരത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.